ആരാ ടെലിസ്കോപ്പ് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. അപ്പോൾ യൂറോപ്പിലുള്ള ചില സ്പെക്ടക്കിൾ നിർമ്മാതാക്കൾ കന്നഡ ഉണ്ടാക്കുന്നവരാണ് ഇതെന്തായാലും കണ്ടെത്തിയെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, നമ്മളിങ്ങനെ ചെല്ലു പറയാറില്ല ഇന്ത്യയിൽ പണ്ട് തന്നെ വിമാനം കണ്ടുപിടിച്ചതാണ്, പക്ഷെ ഒരു ലെൻസ് ഒരിടത്തും കിട്ടിയിട്ടില്ല. നമ്മൾ ഈ എന്താ പറയുക ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസൊന്നും ഒരു സാമാന്യം ക്വാളിറ്റിയുള്ള ലെൻസ് ഇന്ത്യയിൽ എവിടെയും കിട്ടിയതായിട്ട് അറിവില്ല. പിന്നെ ലെൻസ് ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ ടെലിസ്കോപ്പോ മൈക്രോസ്കോപ്പോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നില്ല. റൈറ്റ്. അപ്പോൾ രാമനും കൃഷ്ണനും കന്നഡ വെച്ചായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, എത്ര പ്രായമായിട്ടായാലും. അപ്പോൾ അതാവും ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, എനിവേ, അപ്പോൾ ഈ ലിപ്പർഷി, സക്രിയാസ് ജാൻസൺ ഇവരൊക്കെ ഇത് ക്ലെയിം നടത്തിയിരുന്നു. ചിലർ പറഞ്ഞ് ഇവരൊന്നുമല്ല, ഇവരുടെ അസിസ്റ്റൻ്റിലായിരുന്ന ചില പിള്ളേരൊക്കെ ആയിരിക്കും കണ്ടുപിടിച്ചാണ്. 2 ലെൻസൊക്കെ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെയുള്ള കാണാമെന്നുള്ളത്. എന്തായാലും ഇവർക്ക് ആർക്കും പേറ്റൊന്നും കിട്ടില്ല, കാരണം തർക്കമൊക്കെ നടന്നു. പക്ഷേ ഗലീലിയോ, മൂന്നാമത്തെ ടെലിസ്കോപ്പ് ഗലീലിയോടെയാണ് മൂന്നാമത് വെച്ചിരിക്കുന്നത്. ഗലീലിയോ ആണ് ഇത് സമർത്ഥമായിട്ട് ഉപയോഗിച്ചത്. ഗലീലിയോ ടെലിസ്കോപ്പ് ഉണ്ടാക്കിയിട്ടില്ല, കണ്ടുപിടിച്ചത് ഗലീലിയോ അല്ല. ഇവർ ചില ഉണ്ടാക്കിയതിന് ശേഷം ഗലീലിയോ വെച്ച് കേട്ടറിഞ്ഞു. എന്നിട്ട് ഗലീലിയുടെ ചില സ്റ്റുഡൻസിനോടൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് ആ കിട്ടിയ വിവരം വെച്ചിട്ട് ഗലീലിയോ ഉണ്ടാക്കി. പക്ഷേ ഗലീലിയോയ്ക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഗലീലിയോയ്ക്ക് അതിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഗലീലിയോ 3 ടൈംസ് മാഗ്നിഫിക്കേഷൻ, 10 ടൈംസ് മാഗ്നിഫിക്കേഷൻ, 30 ടൈംസ് മാഗ്നിഫിക്കേഷൻ വരെയുള്ളതൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഗലീലിയോ ഉണ്ടാക്കിയ ടെലിസ്കോപ്പ് ഏതായാലും നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും ക്രൂഡ് ടെലിസ്കോപ്പിനേക്കാളും മോശമായിരുന്നു വേണമെങ്കിൽ പറയാം. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റി. നെക്സ്റ്റ്, ഇത് ഗലീലിയോ അദ്ദേഹം കണ്ടെത്തിയ സംഗതിയിൽ വരയ്ക്കുന്നതും കളിക്കുന്നതൊക്കെ ഒരു ചിത്രമാണ്. അപ്പോൾ ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടിയപ്പോൾ അത് ഒരുപാട് അന്നത്തെ ക്രിസ്ത്യൻ ചർച്ചും അല്ലെങ്കിൽ മറ്റ് പല സയൻറ്റിസ്റ്റും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോപ്പർനിക്കസ് ആണ് പറഞ്ഞിരുന്നത് ഹീലിയോസെൻട്രിക് സിസ്റ്റമാണ് ശരി, സൂര്യന് ചുറ്റുമാണ് ഭൂമി ഇറങ്ങണം എന്നുള്ളതാണ്. പക്ഷേ കോപ്പർനിക്കസിന് അത് കോൺഫിഡൻസോടെ പറയാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭൂമി ഇങ്ങനെ തിരിയുകയാണെങ്കിൽ, കറങ്ങുകയാണെങ്കിൽ എത്ര സ്പീഡിൽ കറങ്ങേണ്ടി വരും? സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഭയങ്കര സ്പീഡിൽ ഭൂമി തിരിയണം. ഭയങ്കര സ്പീഡിൽ ഭൂമി നീങ്ങുകയാണെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ വഴി ഇരിക്കുമോ? ഭൂമി അങ്ങ് പോയും നമ്മളുടെ, അല്ലെങ്കിൽ ഒരാൾ ഒരു മുളകി ചാടിയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭൂമി പോയി, ഒരു കിളി പറന്നു പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഭൂമി അങ്ങനെ പോലെയാണ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അല്ല അന്ന് ഇപ്പോൾ നമുക്ക് അത് ഇനേഴ്ഷ്യ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അന്ന് ഇനേഴ്ഷ്യയൊക്കെ കണ്ടുപിടിക്കുന്നത് ഗലീലിയോ ന്യൂട്ടനൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പായിരുന്നുകൊണ്ട് ഒരുപാട് കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടി തെളിവുന്നുണ്ടായിരുന്നു. പക്ഷേ ഗലീലിയോ ആണ് കുറേ തെളിവുകൾ കൊണ്ടുവന്നത്. അതിന് ടെലിസ്കോപ്പ് വളരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു റവല്യൂഷണറി സംഭവം ഉണ്ടായതിൽ എവിഡൻസ് കൊണ്ടുവന്നത് ഗലീലിയോ ടെലിസ്കോപ്പാണ്. നെക്സ്റ്റ്, അന്ന് എന്തായാലും ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗലീലിയോ ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ ഇതിൽ മൂണിൻ്റെ ഒക്കെ ക്രൈറ്റേഴ്സും അതുപോലെ മൗണ്ടൻസൊക്കെ ഗലീലിയോ വരച്ച ചിത്രങ്ങളിലൂടെയാണ്. ഇതുപോലെ ജൂപ്പിറ്ററിൻ്റെ മൂൺസ്, ഇത് ഗലീലിയോൻ്റെ ബുക്കിൽ നിന്ന് എടുത്ത ചിത്രങ്ങളാണ്. ഇതും ഗലീലിയോ ഇതെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് സ്റ്റാറി മെസ്സഞ്ചർ എന്നൊരു പുസ്തകം, ചെറിയൊരു പുസ്തകം, അതിനകത്താണ് ഗലീലിയോ എങ്ങനെയാണ് ഈ ഐഡിയ കിട്ടിയതെന്നുള്ളതും എങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളതും ഇത് വെച്ച് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചേക്കാം. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ പുതുതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഈ ചിത്രങ്ങളെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ചിലപ്പോൾ പ്രൊപ്പോയിട്ടായിട്ട് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ഗലീലിയോ ടെലിസ്കോപ്പിന് എത്രത്തോളം റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു, എത്രത്തോളം കാണാൻ പറ്റിയിരുന്നു ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഗലീലിയോ ചിത്രങ്ങൾ വെച്ചിട്ട് ചെയ്യാം, എത്ര എറർ ഉണ്ടായിരുന്നു ഒക്കെ. മൂന്നിൻ്റെ കാര്യത്തിലൊക്കെ ഈ ക്രൈറ്ററൊക്കെ അതേ സ്ഥാനത്തൊക്കെ തന്നെ ക്രൈറ്റർ ഉണ്ട്. പക്ഷേ ഗലീലിയോ കുറച്ച് എക്സാജറേറ്റ് വരച്ചു. ഈ കാർട്ടൂണിസ്റ്റുകളൊക്കെ നമുക്ക് വലിക്കാൻ വലുതാക്കി വരയ്ക്കുന്ന പോലെ കുറച്ച് എക്സാജറേറ്റ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ റിലേറ്റീവ് പൊസിഷൻസൊക്കെ സാമാന്യം ശരിയാണ്. അപ്പോൾ ഗലീലിയോയുടെ ക്രൂഡ് ടെലിസ്കോപ്പ് വെച്ചിന് കുറേ കാലം കണ്ടെത്താൻ പറ്റി. നെക്സ്റ്റ്, ഇന്ന് എന്തായാലും ഫോട്ടോഗ്രാഫി ഒന്നും ഉണ്ടായിരുന്നില്ല, ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നില്ല. ഇത് സൺസ്പോട്ട് ഡ്രോയിങ്സ് ആണ്, തോമസ് ഹാരിയറ്റിൻ്റെ 2 പേരുടെ ചിത്രങ്ങളാണ്. സൺസ്പോട്ട് ഇപ്പം നിങ്ങൾ കണ്ടു. സൺസ്പോട്ട് കുറച്ച് ദിവസം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് സൂര്യൻ ഏതാണ്ട് സെൻട്രലായിരുന്നു, ഒരാഴ്ച കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നീങ്ങുന്നുണ്ടാവും. ഓരോ ദിവസം കുറച്ച് കുറച്ച് നീങ്ങുന്നുണ്ടാവും. അപ്പോൾ ആദ്യം ആൾക്കാർ ചില വിചാരിച്ചിരുന്നത് സൂര്യൻ്റെ തൊട്ടടുത്തുള്ള ഏതോ ഒരു പ്ലാനറ്റ് ആണെന്നൊക്കെയാണ്. പക്ഷെ കുറേ കാലം ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി ആ പ്ലാനറ്റ് ഒന്നുമില്ല, സണ്ണിൻ്റെ തന്നെ സ്പോട്ടും അപ്പോൾ സൺ തിരിയുന്നുണ്ടെന്നുള്ളത് ബോധ്യം ചെയ്ത്. അങ്ങനെ അതിനു മുമ്പ് ധാരണ ഉണ്ടായിരുന്നില്ല സൺ സ്വന്തമായിട്ട് ആക്സിസിൽ തിരിയുന്നുണ്ട്. നമ്മൾ സാധാരണ കണ്ണോട് കാണാൻ പറ്റില്ല, പക്ഷേ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാൽ ഇതിങ്ങനെ സ്പോട്ട് മാറി പോകും. കുറേ ദിവസം കഴിയുമ്പോൾ തിരിച്ച് ഏതാണ്ട് 1 മാസം കൊണ്ട് തിരിച്ചു വരും. നെക്സ്റ്റ്,
ഇത് കെപ്ലറുടെ ടെലിസ്കോപ്പാണ്. കെപ്ലറുടേതിലുള്ളത് രണ്ട് ഗലീലിയോയുടെ ഒരു കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ആയിരുന്നു. കെപ്ലർ രണ്ട് കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പ് കൂടുതൽ ഇതാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇത് തലതിരിഞ്ഞാൽ കാണാവുന്നതാണ്. ഗലീലിയോ ടെലിസ്കോപ്പിൽ നേരെയായിരുന്നു കാണുക. ഗലീലിയോ ടെലിസ്കോപ്പിൽ ഡയറക്റ്റ് ഇമേജ് ആയിരുന്നു. ഇതിൽ തിരിയും. പക്ഷെ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ അത് വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷെ ഇതിന് കൂടുതൽ ഫീൽഡ് ഓഫ് വ്യൂ കിട്ടും, കൂടുതൽ റീജിയൻ കാണാൻ പറ്റും. പക്ഷെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അത് നെക്സ്റ്റ് പറയാം. ഇതിൽ ഡിസഡ്വാൻറ്റേജ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ക്രോമാറ്റിക് അബറേഷൻ ആണ്. അതായത് ലെൻസ് എല്ലാ ലൈറ്റും ഒരുപോലെ ബെൻഡ് ചെയ്യില്ല. അപ്പോൾ പല കളർ പല ഇതായിട്ട് ഇത് ചെയ്യും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ഒരു വഴി കർവേച്ചർ കുറഞ്ഞെടുക്കുക, അതായത് ലോങ് വേവ് ലെങ്ത് ഉള്ളത്. അപ്പോൾ അക്കാലത്തുണ്ടാക്കിയ റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പ് കെപ്ലറുടെ ഐഡിയ വെച്ചുണ്ടാക്കിയത് വളരെ ലെങ്തി ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഇത് 46 മീറ്റർ, 150 ഫീറ്റ് ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് അറിയാം, ഇതുപോലെ ഒരുപാട് പാടുപെട്ടാണ് അവരത് തിരിക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ ഈ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ ലെങ്ത്തിലുള്ള ഡിഫറൻസ് എത്രത്തോളം പാടുപെട്ട് കാണുന്നുള്ളത്. അതിന് കാരണം വെച്ചാൽ ക്രോമാറ്റിക് അബറേഷൻ ഒഴിവാക്കാൻ അന്ന് വേറെ വഴിയൊന്നും അറിയില്ലായിരുന്നു. ലെങ്ത്തുള്ള കൂടി ഉണ്ടാക്കാം, ഇത് വളരെ കഷ്ടപ്പെട്ട് തിരിക്കുക. പക്ഷെ അത് വെച്ചിട്ട് തന്നെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടിയാൽ എപ്പോഴും ആ ഒരു ഗുണമുണ്ട്, ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കൂടുതൽ കിട്ടും. അതിൻ്റെ സിമ്പിൾ ലോ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അത് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈമറി മിററിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എടുക്കുക, അതിന് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഷ്യോ ആയിരിക്കും മാഗ്നിഫിക്കേഷൻ. ഇതിൻ്റെ ഒരു എത്ര 46 ഇഞ്ച് എന്ന് പറഞ്ഞ സാറല്ലേ, ഒരു മറ്റത് 1 ഇഞ്ചായിരിക്കും. അപ്പോൾ 46 ടൈംസ് മാഗ്നിഫിക്കും. അപ്പോൾ ഇത് 150 ഫീറ്റൊക്കെ ഉണ്ടെങ്കിൽ മറ്റു പറഞ്ഞാൽ ഒരുപാട് വലിയ മാഗ്നിഫിക്കേഷൻ കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ സംഗതി തിരിക്കാനും ഒക്കെ വലിയ പാടായിരിക്കുന്ന ഒബ്വിയസ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് പിന്നെ വന്ന ഇതാണ്, ഇത് റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പ് വരെയാണ് 1 മീറ്റർ ഉള്ളത്. ഇതാണ് ഒരു പക്ഷേ ലാർജസ്റ്റ് റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പ്. ഇതിന് ശേഷം ഇത്രയും വലിപ്പമുള്ളത് ഉണ്ടാക്കിയിട്ടില്ല, ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. 1 മീറ്ററുള്ള എറക്സ് ഒബ്സർവേറ്ററിയിൽ ഇത് അക്രോമാറ്റിക് കോമ്പിനേഷൻ ആണ്. അക്രോമാറ്റിക് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെൻസുകൾ ചേർത്ത് വയ്ക്കും, 2 അതിൽ കൂടുതലോ. മോഡേണിനകത്ത് 2 കൂടുതലുണ്ടാവും, ഒരു കോൺവെക്സും കോൺകേവും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ പ്രശ്നം വെച്ചാൽ ഒരു കോൺവെക്സും ഒരു കോൺകേവും ചേർക്കുകയാണെങ്കിൽ 4 സർഫസുകൾ നമ്മൾ പെർഫെക്റ്റായിട്ട് പോളിഷ് ചെയ്തെടുക്കണം. പിന്നെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ കർവേച്ചർ നമ്മൾ മാച്ച് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ അറിവ് 40 ഇഞ്ച് 1 മീറ്റർ ഡയമീറ്ററുള്ള ഒരു അക്രോമാറ്റിക് റിഫ്രാക്ടറാണ്. വളരെ എക്സ്പെൻസീവ് ആയിരിക്കും അക്രോമാറ്റിക് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ നിൽക്കുന്നതിൽ ആൽബർട്ട് ഐൻസ്റ്റൈനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇത് ന്യൂട്ടോണിയൻ ടെലിസ്കോപ്സ് പറയും. നമ്മളിപ്പോൾ കാണിച്ചതൊക്കെ ബേസിക്കലി ഐഡിയ ആണ്. ഇത് ഐസക് ന്യൂട്ടനാണ് ഐഡിയ കൊണ്ടുവന്നത്. പ്രൈമറി ഇത് മിറർ ഉപയോഗിക്കാം ലെൻസിന് പകരം. മിറർ ഉപയോഗിക്കുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ക്രോമാറ്റിക് അബറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇവിടെ ഐ പീസ് ഒക്കെയാണ് നല്ലത്. പക്ഷേ അപ്പോൾ നമുക്ക് തടസ്സം വരുന്നതുകൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് മിറർ വെച്ചിട്ട് ഇത് നോക്കുക. ഇത് ന്യൂട്ടൺ കൊണ്ടുവന്ന ഐഡിയ ആണ്. ഇപ്പോൾ ഒരുപാട് ടെലിസ്കോപ്പുകൾ നമ്മൾ വാങ്ങിക്കുന്ന സാധാരണ ടെലിസ്കോപ്പ് എല്ലാം ഉപയോഗിക്കുന്നത് ഈ ബേസിക് ഐഡിയ ആണ്. പിന്നെ ചിലത് ഇവിടെ വെച്ചിട്ട് തിരിച്ചങ്ങോട്ട് വന്നിട്ട് ഒരു ഹോളൊക്കെ ഇട്ടിട്ട് കാണുന്ന ടൈപ്പ് ഉണ്ട്, കസിഗ്രെയിനൊക്കെ. നെക്സ്റ്റ്. ഓക്കെ, ഇനി ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടാണ്. ഏതാണ്ട് ഫോട്ടോഗ്രാഫി തുടങ്ങിയ കാലത്ത് തന്നെയാണ് അസ്ട്രോ ഫോട്ടോഗ്രാഫിയും തുടങ്ങിയിട്ടുള്ളത്. ഫോട്ടോഗ്രാഫിയുടെ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ അറൗണ്ട് ദിസ് ടൈമാണ് തുടങ്ങുന്നത്. അതിന് തൊട്ട് മുമ്പ് നീപെക്കിൻ്റെ ഒക്കെ ചില സാധനം ഉണ്ടായിരുന്നു. അത് വളരെ ബ്രൈറ്റായുള്ള ഒബ്ജക്ട്സിനെ മാത്രം എടുക്കാൻ പറ്റുള്ള സംഗതിയായിരുന്നു, മണിക്കൂറുകളൊക്കെ എക്സ്പോസ് ചെയ്തിട്ട്. അപ്പോൾ അസ്ട്രോ ഫോട്ടോഗ്രാഫി ആദ്യം ഇത് വന്നത് ഫ്രഞ്ചാണ്, എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് അത്ര പിടിയില്ല. ഡഗർ ടൈപ്പ് ഡഗർ അല്ലേ, ഡഗർ. ഓക്കെ, അപ്പോൾ ഡഗറാണ് ആദ്യമായിട്ട് 1839 മൂണിൻ്റെ ഒരു ഫോട്ടോ എടുത്തത്. അത് തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡഗർ ടൈപ്പിൻ്റെ അല്ല, അതൊരു ഫോട്ടോഗ്രാഫ് എടുക്കാനുള്ള ഐഡിയ പോപ്പുലർ ആയത് ഇത് ഈ ഡഗർ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ്. ഇത് ഫ്രഞ്ച് ഗവൺമെൻറ് വാങ്ങിച്ചിട്ട് പബ്ലിക് ആക്കുകയും ചെയ്തു. അതായത് പേറ്റൻ്റ് ഒക്കെ ഫ്രീ ആക്കിയിട്ട് ഫ്രഞ്ചുകാർക്ക് ആർക്കും, മറ്റു രാജ്യക്കാരാണെങ്കിൽ ചില പേ ചെയ്യണമായിരുന്നു, ഫ്രഞ്ചുകാർക്ക് എല്ലാവർക്കും ഓപ്പൺ ആക്കി കൊടുത്തുകൊണ്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ ഒരുപാട് പേര് ആദ്യമായിട്ടാണ് പോർട്രേറ്റൊക്കെ ഫോട്ടോഗ്രാഫിയൊക്കെ തുടങ്ങുന്നത്.
അപ്പോൾ അതിൽ ബേസിക് ഐഡിയ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മെറ്റൽ സർഫസ് നന്നായിട്ട് പോളിഷ് ചെയ്യാം, ശേഷം സിൽവർ കൊട്ട് ചെയ്യാം, എന്നിട്ട് അയഡിൻ എക്സ്പോസ് ചെയ്ത് അപ്പോൾ സിൽവർ അയോഡൈൻ്റെ ഒരു ലെയർ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ അത് അയഡിൻ എക്സ്പോസ് സിൽവറായിട്ട് മാറും. എന്നിട്ട് പക്ഷെ അപ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റില്ല. എന്നിട്ട് പിന്നെ അത് കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഫിക്സിങ് നടത്തിയിട്ട് സോഡിയം ക്ലോറൈഡ് എന്താ ഉപയോഗിച്ച് ചെയ്തിട്ട് പിന്നെ അത് വേറെ പ്രൊട്ടക്റ്റീവ് ലെയറൊക്കെ കൊടുത്തിട്ട് പെർമനൻറ്റ് സാധനമാക്കി വയ്ക്കും. അപ്പോൾ ഒരു മിററിൽ നോക്കി ആളെ കാണുന്ന പോലെ ക്ലിയർ ആയിട്ട് കാണുന്ന തരത്തിലുള്ള സാധനം ഉണ്ടാക്കി. നെക്സ്റ്റ് ചിത്രം, ഇത് മൂണിൻ്റെ ഒരെണ്ണം എടുത്താണ്, പക്ഷേ ഇത് പിന്നെ ഒരുപാട് ഡാമേജ് വന്ന സാധനമാണ്. ഇത് ആദ്യത്തെ സർവൈവ് ആയുള്ള ഡെഗ്രേറ്റൈപ്പാണ് മൂണിൻ്റെ. 1840-ലാണിത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം 1840-ക്ക് മുമ്പ് എന്നുള്ള ചിത്രം കാണുകയാണെങ്കിൽ അത് ഫേക്ക് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. വരച്ച ചിത്രം അല്ലാതെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവാൻ സാധ്യതയില്ല ആസ്ട്രോണമിക്കൽ സമയത്ത് എന്തിൻ്റെ ആയാലും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 200 വർഷം പോലും ആയിട്ടില്ല ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഇത് ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് ഓഫ് എ സ്റ്റാറാണ്. ഇത് വേഗ എന്ന് പറഞ്ഞ മലയാളത്തിൽ അഭിജിത്ത് എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ ഒരു ചിത്രമാണിത്. 1850-ൽ എടുക്കുന്നതാണ്. ഇത് ഒറിയോൺ നെബുലയുടെയാണ്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ ഒറിയോൺ നെബുലയുടെ ആദ്യം എടുത്ത ചിത്രം എന്നുള്ളൊരു പ്രാധാന്യമുണ്ട്. 1880-ലാണ് ഇതെടുത്തത്. പക്ഷേ 1880 ആകുമ്പോഴേക്കും വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിം പോലെ വരാൻ പറ്റി. അത് നമുക്ക് വലിയ ടെലിസ്കോപ്പിൽ ഫിറ്റ് ചെയ്യാം, കൊണ്ടു നടക്കാം, പിന്നെ കുറേ കൂടി ഫാസ്റ്റാണ്. ഇത് കുറച്ച് സ്പീഡ് വേണം, കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അന്ന് പറ്റില്ലായിരുന്നു. കാരണം ഇപ്പോഴാണ് ട്രാക്കിംഗ് സംവിധാനമൊക്കെ ഉള്ളത്. അന്നും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര പെർഫെക്റ്റ് ട്രാക്കിംഗ് സംവിധാനമൊന്നും ഇല്ല. അപ്പോൾ ഇത് 1880-ലെ ഒറിയോൺ നെബുലയുടെ ആദ്യത്തെ ചിത്രമാണ്, ഒരു നെബുലയുടെ ചിത്രം എടുക്കുന്നത്. ഇത് ഒറിയോൺ തന്നെയാണ്, പക്ഷേ 1883 ആയപ്പോഴുള്ള ലോങ് എക്സ്പോഷർ ട്രാക്ക് വെച്ച ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ ഒരു സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര നല്ല ടെലിസ്കോപ്പ് ചെയ്യുന്നത് കണ്ണോട് കാണാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ കിട്ടും. അപ്പോൾ ന്യൂ ഇയേഴ്സാണ് എക്സ്പീരിയൻസ് ഉണ്ട്. കണ്ണോട് കാണാതെ ഫോട്ടോ പറയുന്ന ഫോട്ടോഗ്രാഫി ചെയ്ത് എല്ലാവർക്കും ഉണ്ടാവും. കണ്ണ് കാണാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ ഫോട്ടോ തെളിഞ്ഞിട്ടുണ്ട്. കണ്ണിൽ നമ്മളിങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ഒരു സെക്കൻഡ് ഫ്രാക്ഷൻ കിട്ടുന്ന അത്രയും ഫോട്ടോൺസിനൊരു ചെറിയ പെർസെൻറ്റ് ഞാൻ കൺവേർട്ട് ചെയ്യാൻ കിട്ടുള്ളൂ. പക്ഷെ ഫിലിമിലാകുമ്പോൾ നമുക്ക് മണിക്കൂർ ദിവസങ്ങളൊരു എക്സ്പോസ് ചെയ്ത ഫോട്ടോ, ഒരു ദിവസം രാത്രി എക്സ്പോസ് ചെയ്തിട്ട് പിറ്റേ ദിവസം അതേ പൊസിഷൻ കൊണ്ടുവച്ചിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ണൂർ കാണാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആൻഡ്രോമീഡെ നമുക്ക് കണ്ണൂർ വയ്ക്കാൻ ഒരു സെൻറ്റർ ഒരു അരിമണി പോലെ സാധനം കാണുള്ളൂ. പക്ഷേ ഫുൾ സാധനം കാണണമെങ്കിൽ ഫോട്ടോഗ്രാഫ് എടുക്കണം. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ വലിയൊരു അഡ്വാൻറ്റേജ് ഇതാണ്. എത്ര നാളെ ടെലിസ്കോപ്പിൽ കണ്ണൂർ കാണാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് ലോങ് എക്സ്പോഷർ വഴി കിട്ടും. പിന്നെ പെർമനന്റ് റെക്കോർഡായി. മറ്റേ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ തെളിവായില്ലല്ലോ. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വേറെ ആൾക്കാർക്ക് അത് കോപ്പി ചെയ്തെടുക്കാം, പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നെക്സ്റ്റ്, ഇത് 1901 എടുത്ത ഒരു ഇതാണ്. 1901 മുതലാണ്, ആ സമയത്തൊക്കെയാണ് ഒരുപാട് ഈ തുടർച്ചയായിട്ട് ടെലിസ്കോപ്പ് വഴി ഫോട്ടോഗ്രാഫി എടുക്കാൻ തുടങ്ങുന്നത്. ഇന്ത്യയിലും അസ്ട്രോ ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത് തുടർച്ചയായിട്ട് ചെയ്തിട്ട്. അതിനുമ്പ് ചില വിദേശികളൊക്കെ വന്നിട്ട് ഇവിടെ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പിന്നെ എക്ലിപ്സ് നടക്കുന്ന സമയത്തൊക്കെ ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് ആൾക്കാർ ചെയ്യുന്നു. പക്ഷെ തുടർച്ചയായിട്ട് ഫോട്ടോഗ്രാഫി എടുക്കാനൊക്കെ തുടങ്ങിയത് 1901 ഇങ്ങനെ കൊടൈക്കനാൽ ഒബ്സർവേറ്ററിയിൽ 1901 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ, സൂര്യൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ദിവസവും സൂര്യചിത്രം എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ അവരെല്ലാം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 120 years റെക്കോർഡുണ്ട്. നെക്സ്റ്റ്, ഇത് മോഡേൺ ഫോട്ടോ ആണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുത്തത്. അത് ഇതിലൊരു വിസിബിൾ ലൈറ്റ് മാത്രമല്ല, മറ്റ് നിയർ ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും ചേർത്തുള്ള കോമ്പോസിറ്റ് ഇമേജാണിത്. നെക്സ്റ്റ്, ഇത് സോളർ എക്ലിപ്സിൻ്റെ കൊറോണയുടെ ചിത്രം എടുത്താണ്. 1851 ഇടയ്ക്ക് ഇത്തിരി പുറകോട്ട് പോവാണ്. ഇത് ഡെഗ്രേറ്റൈപ്പ് ജസ്റ്റ് ബെർക്കോസ്കി എന്ന് പറയുന്ന റഷ്യക്കാരനെടുത്ത ചിത്രമാണിത്. ഈ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ കൊറോണയുടെ കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്നത്. അടുത്ത്, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസിന് കൊടുത്താണ്. 1972 ആദ്യമായിട്ട് എർത്തിൻ്റെ ഇങ്ങനെ ഒരു നല്ലൊരു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ എർത്തിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ കുറേ അകലേക്ക് പോകണം. അപ്പോൾ ഇത് 1972 അപ്പോളോ ക്രൂ ലാസ്റ്റ് അപ്പോളോയിൽ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ നേരെ പിന്നിലായിരുന്നു. അതുകൊണ്ട് ഫുൾ ഹെമിസ്ഫിയർ മുഴുവൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ
ഹിസ്റ്റോറിക്കലായുള്ള ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്തിട്ടുള്ളൊരു ആസ്ട്രോണമിക്കൽ ഫോട്ടോഗ്രാഫി ഇതായിരിക്കും. ഒരു പക്ഷേ വേൾഡ് റെക്കോർഡ് ഇതിനായിരിക്കും. ഇത്രയും കൂടുതൽ ബുക്കുകളിലും ടെക്സ്റ്റ് ബുക്കുകളിലും അല്ലെങ്കിൽ മീഡിയയിലൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം എന്നതായിരിക്കും. നെക്സ്റ്റ്, ഇതുപോലെ ഫേമസ് ആയുള്ളൊരു ചിത്രമാണ്, പലർക്കും അറിയണ്ടാവും. വോയേജർ 1 എടുത്താണ്. ഇതിൽ ഈ ചെറിയ ഡോട്ടാണ് എർത്ത്. ഇത് ആദ്യം നേരത്തെ കണ്ട ചിത്രങ്ങളിലൊക്കെ വേറെ കുറേ ലൈൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ഒരു പ്രോസസ്സ് ചെയ്തിട്ട്, ഒറിജിനൽ ഫോട്ടോ അല്ല അത്, ആ പ്രോസസ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ടെക്നിക്ക് വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും ശരിയാക്കി എടുത്തുന്ന ഫോട്ടോ ആണിത്. പെയിൽ ബ്ലൂ ടോട്ട് എന്ന പേര് പ്രസിദ്ധമാക്കിയത് കാൾ സാഗനാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിക്സ്ഡ് ചെയ്യുന്ന ഫിലിം വച്ചിട്ടുള്ള ഇത് വന്നതിന് ശേഷമുള്ളൊരു ടെക്നിക്കാണ്. അപ്പോഴാണ് ഫോട്ടോഗ്രാഫി ശരിക്കും ജനകീയമായിട്ട് ഒരുപാട് പേർക്ക്. നമ്മുടെ പണ്ട് വളരെ റിച്ച് ആയുള്ള ആൾക്കാർ മാത്രം പോർട്രേറ്റൊക്കെ പെയിൻറ്റ് ചെയ്ത് വെക്കും, പിന്നീടുള്ള ജനറേഷൻസിന് പഴയ അപ്പൂപ്പന്മാരെ അമ്മമാരെ ഫോട്ടോ അല്ല ചിത്രം കാണാൻ വേണ്ടിയിട്ട്. ഇത് വന്നതോടുകൂടിയാണ് ഫാമിലി പോർട്രേറ്റ് എടുക്കുക അല്ലെങ്കിൽ പ്രായമുള്ളൊരു ചിത്രമൊക്കെ വെച്ച് ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള രീതിയൊക്കെ തുടങ്ങിയത് ഈ ടെക്നോളജി വന്നതിന് ശേഷമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കൂടുതൽ പറയുന്നില്ല. നെക്സ്റ്റ്, ഇത് ഈ മൗണ്ട് വിൽസണിൽ 60 ഇഞ്ച് ടെലിസ്കോപ്പ് വന്നപ്പോൾ അതുപോലെയൊക്കെയാണ് ഏതാണ്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് സ്പെക്ട്രം ഫോട്ടോഗ്രാഫി നെബുലയൊക്കെ എടുക്കുന്ന ഒരു രീതി വന്നത്. ഇത് വലിയ ടെലിസ്കോപ്പാണ്, 60 ഇഞ്ചിലെ മൗണ്ട് വിൽസൺ ടെലിസ്കോപ്പ്. ഇതൊക്കെ സയൻസിൻ്റെ ഹിസ്റ്ററിയിൽ ഒരുപാട് 60 ഇഞ്ച് ടെലിസ്കോപ്പിന് കുറേ വർഷം ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് ടെലിസ്കോപ്പായിരുന്നു. അന്നെടുത്ത ഫോട്ടോഗ്രാഫ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ ഈ ഗാലക്സിയെ കുറിച്ചിട്ടും നമ്മുടെ ഗാലക്സിക്ക് അപ്പുറത്തെ സംഗതികളെ കുറിച്ചൊക്കെ ഒരുപാട് വിവരങ്ങൾ കിട്ടിയത് ഈ ഒരു ടെലിസ്കോപ്പ് വഴിയാണ്. ഈ ഇതിൽ ഫോട്ടോഗ്രാഫി കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോഗ്രാഫി എടുക്കാനുള്ള രീതി, അതായത് ആൾ ഇന്ന് ഒബ്സർവ് ചെയ്ത് എഴുതി വെക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയി വന്നത് ഫോട്ടോഗ്രാഫി ആയിരുന്നു. അങ്ങനെ മാറ്റം വന്നതാണ്. ഇത് അവിടെ തന്നെ മൗണ്ട് വിൽസണിലെ ഹൂക്കർ ടെലിസ്കോപ്പാണ്, 100 ഇഞ്ച് ടെലിസ്കോപ്പ്. അത് 1917 കംപ്ലീറ്റ് ചെയ്തു. 1949 വരെ വേൾഡ് ലാർജസ്റ്റ് ടെലിസ്കോപ്പായിരുന്നു. അപ്പോൾ എക്സ്പാൻഡിങ് യൂണിവേഴ്സൽ ഐഡിയ ഒക്കെ വരുന്നത് ഈ ടെലിസ്കോപ്പിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മുടെ ഹബിളിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ഹ്യൂമേസനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇത് അതിന് തന്നെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് അതിൻ്റെ ഡോമാണ്, 100 ഇഞ്ച് ടെലിസ്കോപ്പിൻ്റെ. അപ്പോൾ ഹ്യൂമേസനെ കുറിച്ചിട്ട് ഓക്കെ, ഹ്യൂമേസൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഹ്യൂമേസൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേരൻസൊക്കെ കൂടി ഈ സ്ഥലത്ത് ടൂർ പോയി. അദ്ദേഹത്തിന് ഈ മൗണ്ടനെ കണ്ട വലിയ ഇഷ്ടമായിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയില്ല. ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ്, എന്നിട്ട് അവിടെ സ്കൂൾ അതുപോലെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ അസിസ്റ്റൻ്റ് പോലെ ആദ്യം അവിടെ ഇങ്ങനെ ചായക്കടയിലും അവിടെയൊക്കെ വർക്ക് ചെയ്ത്, പിന്നെ ഇതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഈ ഇവരുടെയൊക്കെ ഹബിളിൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് ആയിരുന്നു. അത് വാച്ച്മാൻ പോലെ നിന്നായിരുന്നു. ഇവർ രാത്രിയാണല്ലോ മുഴുവൻ ഒബ്സർവേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ അന്ന് ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ഇത് ട്രാക്ക് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ഈ ഒരു 6 മണിക്കൂർ ചിത്രം എടുക്കണമെങ്കിൽ 6 മണിക്കൂറും ഒരാൾ അതിനകത്ത് ഇരുന്ന് ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. ഈ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൈകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 6 മണിക്കൂറൊക്കെ അതിങ്ങനെ ശ്വാസം പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിലൊക്കെ ഹ്യൂമേസൺ എക്സ്പെർട്ടായി, അല്ല ക്ഷമ കാണിച്ചു. അങ്ങനെ ഹ്യൂമേസൺ അവസാനം അതിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ പൊസിഷനിൽ വരെയൊക്കെ ഉയർന്ന്. അപ്പോൾ ഈ ഹബിളിൻ്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഹബിളും ഹ്യൂമേസണും ചേർന്നു. അപ്പോൾ ചില പുസ്തകങ്ങളിൽ ഹ്യൂമേസൻ്റെ പേരുകളും പറയാറുണ്ട്. പക്ഷെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഹ്യൂമേസൺ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരുപാട് ആസ്ട്രോണിക്കൽ ഫോട്ടോസ് പുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ 6 മണിക്കൂറൊക്കെ എടുക്കണം ഒരു രാത്രി ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ 100-200 ഫോട്ടോയിലും ഗാലക്സിയിൽ പുള്ളി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഹബിൾസിലൊക്കെ കണ്ടെത്തിയതും. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് മൊത്തം ചിത്രം മാറിയത്. കാരണം അതിനും ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ഗാലക്സിയാണ് യൂണിവേഴ്സ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആൻഡ്രോമീഡ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തോ സംഗതി തന്നെയായിരുന്നു. ഇവരുടെ ടെലിസ്കോപ്പ് ഫോട്ടോസിലാണ് മനസ്സിലായത് ഈ ആൻഡ്രോമീഡ എന്ന് ഒരുപാട് സ്റ്റാർസ് ചേർന്നതാണ്. എന്നിട്ട് അതിൽ സെഫീഡ് വേരിയബിൾസ് കണ്ടുപിടിച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്തപ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാം ആൻഡ്രോമീഡ ഗാലക്സി 25 ലക്ഷം പ്രകാശ വർഷാകരെയാണ്. അന്ന് ആ കണക്കല്ല കിട്ടിയത്, കുറച്ച് തെറ്റുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല ആൻഡ്രോമീഡ എന്ന് മനസ്സിലായി. അപ്പോൾ അതിന് വേറൊരു യൂണിവേഴ്സാണ് വിളിച്ചിരുന്നത്, ഒരു ഐലൻഡ് യൂണിവേഴ്സ്. പിന്നെയാണ് ഇതുപോലെ ഗാലക്സിയിലെല്ലാം ഒരുപാടുണ്ടെന്നും നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് പിക്ചർ പെട്ടെന്ന് ഒരുപാട് മടങ്ങ് വലുതായത്. ഈ ഫോട്ടോഗ്രാഫിക്കൽ പ്രാധാന്യത്തിന് വേണ്ടി വന്നതാണ്. ഇത് ഹൂക്കർ ടെലിസ്കോപ്പ്. അടുത്തത് മൗണ്ട് പലോമർ ഒബ്സർവേറ്ററി. അതിൽ 200 ഇഞ്ച് ടെലിസ്കോപ്പ്, 5 മീറ്റർ. അതിൻ്റെ മെയിൻ മിററിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 മീറ്ററാണ്.
ഇതൊരു വേൾഡ് റെക്കോർഡ് പോലെയായിരുന്നു. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇതുവഴി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും വലുത് ഒരെണ്ണം റഷ്യക്കാരുണ്ടാക്കിയിരുന്നു, 6 മീറ്ററിൻ്റെ ഇത് പിന്നീട്. പക്ഷെ അത് ഇത്രയും പ്രസിദ്ധമായില്ല. കാരണം അതിന് ഓൾറെഡി അതിൻ്റെ മാസം കൊണ്ട് തന്നെ വെയിറ്റ് കൊണ്ട് തന്നെ ഇത് തൂങ്ങിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ അത്ര ശരിയായില്ല, അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്രസിദ്ധമായില്ല അത്. ഇത് ഇതുപോലെ തന്നെ നമ്മുടെ കൊടൈക്കനാലിലെ സോളാർ ഒബ്സർവേറ്ററി ആണ്. 1901 മുതൽ തുടർച്ചയായിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന സണ്ണിൻ്റെ. അപ്പോൾ ഇത്രയും ലോങ് റെക്കോർഡുള്ള അപൂർവം ഒബ്സർവേറ്ററീസ് ഉള്ളൂ. അതിലൊന്ന് ഇന്ത്യയിലെ കൊടൈക്കനാലാണെന്ന് ഇപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സൂര്യൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ടെലിസ്കോപ്പിലാണ് ഭൂമിയിലെ എവിടെയെങ്കിലും പകലുണ്ടാവുമല്ലോ. അപ്പോൾ എവിടെയെങ്കിലും നല്ല ക്ലിയർ സ്കെയിൽ ആയിരിക്കും. അപ്പോൾ ഓരോ 4 മിനിറ്റ് കൂടുമ്പോൾ എന്തോ ഫോട്ടോഗ്രാഫ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയുടെ അല്ല, സൂര്യൻ്റെ. കണ്ടിന്യൂസ് ആയിട്ട് സൂര്യനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനേക്കാളും ഫ്രീക്വൻസിനെ മോണിറ്റർ ചെയ്യുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ട് ഇന്ത്യൻ ഒബ്സർവേറ്ററീസ് ഉണ്ട്. അപ്പോൾ സൂര്യനെ ഇവിടെ സൂര്യൻ മനസ്സിലാക്കി ഇവിടെ എടുക്കും. അങ്ങനെ ഒരുപാട്. അപ്പോൾ ഈ കൊടൈക്കനാൽ ഒബ്സർവേറ്ററി വലിയൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് റെക്കോർഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങാനുള്ള കാരണം ഈ 19th സെഞ്ചുറി അവസാനമായി വലിയ വരൾച്ചയൊക്കെ ഉണ്ടാവുകയും ഒരുപാട് പഠനമരണമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയവർ പറഞ്ഞു ഈ കാലാവസ്ഥ ഇതിനകത്ത് സൂര്യന് വലിയ റോളുണ്ട്, സൺസ്പോട്ടും അല്ലെ അങ്ങനെയൊക്കെ. അപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു ഒബ്സർവേറ്ററി തുടങ്ങണമെന്ന് പറഞ്ഞ് ഫണ്ട് ചെയ്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ എന്താ പറയുക, മനുഷ്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഓക്കെ, ഇനി ഇത് ഞാൻ കുറേ ചിത്രം കാണിച്ചെന്നുള്ളൂ. ഈ ഇതിൻ്റെ ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ എത്ര നാൾ ടെലിസ്കോപ്പ് കാണാൻ പറ്റില്ല. ഇതെല്ലാം ഫോട്ടോഗ്രാഫി വഴി മാത്രം വരുന്ന സംഗതിയാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ചിത്രങ്ങളാണ്. നെക്സ്റ്റ്, ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള വലിയ ടെലിസ്കോപ്പാണ്, വൈനുബാപ്പ് ടെലിസ്കോപ്പ്. കുറേ കാലം ഇത് ഏഷ്യയിലെ ഏറ്റവും വലുതൊക്കെ ആയിരുന്നു. ഈ വൈനുബാപ്പ് എന്ന് പറയുന്നത് അറിയില്ലാത്തവർ, ഇത് ആക്ച്വലി വേണുവാണ്, മലയാളിയാണ്. പേര് വേണു, വീട്ടുകാരെല്ലാം വേണു എന്നാണ് വിളിച്ചിരുന്നത്. തലശ്ശേരിക്കാരൻ ആണ്. കവലൂർ ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറായിരുന്നു. ഈ ടെലിസ്കോപ്പ് അദ്ദേഹത്തിൻ്റെ ഏരിയ ആണ്. ഈ 100 ഇഞ്ചിൻ്റെ അല്ലേ, 100 ഇഞ്ചിൻ്റെ ടെലിസ്കോപ്പ് ഉണ്ടാക്കാനായിരുന്നു ഐഡിയ. അവസാനം 98 ഇഞ്ചിനെ ഉണ്ടാക്കി. കാരണം അതിന് ടെൻഡർ വിളിച്ചപ്പോൾ അങ്ങനെയല്ല, ഓസ്ട്രേലിയ ഒരിടത്ത് 95 ഇഞ്ചിൻ്റെ ഒരു സാധനം അവിടെ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. അവർ വളരെ ചീപ്പായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. 100 ഇഞ്ചിൻ്റെ ഇല്ല, 98 ഇഞ്ചിൻ്റെ വേണമെങ്കിൽ വളരെ ചീപ്പായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് നല്ല സാധനമായിരുന്നുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് ഈ വൈനുബാപ്പിനെ ഗ്രൈൻഡ് ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 4 ഇഞ്ചിൻ്റെ 6 ഇഞ്ചിൻ്റെ ഗ്രൈൻഡിങ് കാര്യം പറയുമ്പോൾ 98 ഇഞ്ച് സാധനം ഗ്രൈൻഡ് ചെയ്ത് എടുത്തത് ഇന്ത്യയിലാണ്. അത് വാക്യൂം കോട്ടിങ് ചെയ്തതും ഒക്കെ ഇന്ത്യയിൽ തന്നെയാണ്. അതിന് ധൈര്യം കാണിച്ചത് വൈനുബാപ്പ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇത് തയ്യാറായി വന്നപ്പോഴും അദ്ദേഹം മരിച്ചുപോയി. ഒരു ഉദ്ഘാടനം ചെയ്തപ്പോൾ എനിക്ക് രാജീവ് ഗാന്ധി കാലത്താണെന്നുള്ളൂ. അപ്പോൾ അത് പുള്ളി ബാപ്പുവിൻ്റെ പേരിട്ടിട്ട് അങ്ങനെ ചെയ്താണ്. വൈനുബാപ്പിൻ്റെ ഫാദറും ഒരു അസ്ട്രോണമർ ആയിരുന്നു. നെക്സ്റ്റ്, ഇത് ഇനി ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ വിട്ടു. നേരത്തെ ഫിലിം ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വലിയ റെവല്യൂഷൻ വന്നത് ഈ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നപ്പോഴാണ്. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ 2 വലിയ മാറ്റങ്ങൾ വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിനേക്കാളും ഒരുപാട് സെൻസിറ്റിവിറ്റി കൂടി. ഒരു ഫിലിം ഇതിനകത്ത് ഏറ്റവും നല്ല ടൈപ്പ് ഫിലിമാണെങ്കിലും വരുന്ന ഫോട്ടോൺസിൻ്റെ ലൈറ്റിൻ്റെ വളരെ ചെറിയ പാർട്ട് മാത്രമേ അതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. CCD-ലാകുമ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് കൂടാൻ പറ്റി. അപ്പോൾ കുറേ കാലം ടെലിസ്കോപ്പിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ ലോകം ശ്രദ്ധിച്ചില്ല. അതിനേക്കാളും നല്ലത് ഈ ഒരു സാധനം മാത്രം മാറ്റിയാൽ മതി. ഫിലിം മാറ്റിയിട്ട് നല്ല ക്യാമറ വെച്ചാൽ തന്നെ നേരത്തെ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി വലിയ ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്ന പ്രയോജനം ഇതിൻ്റെ ഈ ക്യാമറ മാത്രം മാറ്റി ഉണ്ടാക്കി. അപ്പോൾ CCD-യിൽ വന്നിട്ട് പിന്നെ അതായിരുന്നു കുറേ. അപ്പോൾ പലപ്പോഴും അസ്ട്രോണമിയുടെ ഡിമാൻഡ് അനുസരിച്ച് ഉണ്ടാക്കിയ CCD-കൾ ആണ് പിന്നീട് ചീപ്പറായിട്ട് അതിനുവേണ്ടി കണ്ടുപിടിച്ചുള്ള ചേഞ്ചസ് ഒക്കെയാണ് നമ്മുടെ ക്യാമറകളിലൊക്കെ ആയിട്ട് പിന്നീട് വന്നത്. ഇത് ഞാൻ ഈ ഉണ്ടാക്കുന്ന സമയത്തുണ്ടായിരുന്ന വലിയൊരു സാധനം, ലാർജ് സിനോപ്റ്റിക് സർവേ ടെലിസ്കോപ്പിനെ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ക്യാമറയുടെ സൈസ് നോക്കാം. 3 ഗിഗാപിക്സലാണ്. നമ്മൾ സാധനം മെഗാ പിക്സലാണ് നമ്മുടെ ക്യാമറയുടെയൊക്കെ പറയും. 30 മെഗാ പിക്സൽ, 100 മെഗാ പിക്സൽ എന്ന് പറയും. ഗിഗ എന്ന് പറഞ്ഞാൽ 1000 മെഗാ പിക്സലാണ്. അപ്പോൾ 3000 മെഗാ പിക്സലിൻ്റെ ക്യാമറയുടെ സാധനമാണ് കാണിക്കുന്നത്. ഇത് ഒറിജിനൽ അല്ല, ഇതിൻ്റെ മോഡൽ കാണിക്കാൻ വേണ്ടിയത്. അപ്പോൾ 3 സൈസ് തരാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയ റീജിയൻ ഒരുമിച്ച് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ സ്കൈനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള ഇന്ന സ്ഥലത്ത് സ്കൈ നോക്കണമെന്ന് വെച്ചാൽ നമുക്കത് ഉണ്ടാക്കും. പിന്നെ ഒരു പ്രത്യേകത പറയേണ്ടത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഈ അസ്ട്രോണമിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും
എല്ലാ ടെലിസ്കോപ്പിൽ എടുക്കുന്ന ചിത്രങ്ങളും പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യും. ഒന്നും സീക്രട്ട് വയ്ക്കുന്ന രീതിയില്ല. എല്ലാ രാജ്യങ്ങളും, നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ളത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യും. ഒരു കാരണം അസ്ട്രോണമിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ കേരളം, ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട് എന്നുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നാസ എടുക്കുന്ന ചിത്രം, ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ ചിത്രമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യപ്പെടും. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം അത് ആരാണ് ആവശ്യപ്പെട്ടത് അവർക്ക് മാത്രമേ റിസർവ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം പബ്ലിക് ആകും. അതിൻ്റെ ഫുൾ റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ. അപ്പോൾ ഈ ചിത്രങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഇനി ഓക്കെ, ഒന്നിട്ട് സംഗതിയും പറയണം. അത് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധമുള്ളത് കൊണ്ട് കൂടിയാണ്. ആക്റ്റീവ് ഒപ്റ്റിക്സ് എന്നുള്ള എന്താണെന്നൊന്ന് സൂചിപ്പിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു റഷ്യക്കാർ വലിയൊരു ഇതുണ്ടായിട്ട് 6 മീറ്ററിൻ്റെ ടെലിസ്കോപ്പ് ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ മിറർ അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ ഇത്തിരി താഴ്വും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക അങ്ങനെ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കി കൂടെ എന്നാണ്. ഇവർ കട്ടിയിലാണ് ഉണ്ടാക്കാറ്. കട്ടി കൂടുമ്പോൾ വെയിറ്റ് പിന്നെയും കൂടും. അപ്പോൾ ഒരു 5 മീറ്ററൊക്കെയാണ് ഇപ്പോൾ ഒരു സൈസായിട്ട് പറഞ്ഞത്. മൗണ്ട് പൊലാമോന്റെ ടെലിസ്കോപ്പ് അതാണ് റെക്കോർഡായിരുന്നു. അതിനപ്പുറത്തേക്ക് വലിപ്പം വരുത്തി കഴിഞ്ഞാൽ സിംഗിൾ മിറർ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ പോകും. അപ്പോൾ ആക്റ്റീവ് ഒപ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു അപ്രോച്ച് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഇതിരുന്ന മിറർ കൂടാൻ കട്ടി കൂട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് കൂടും. അങ്ങനെയാണ് ഒരു പ്രശ്നം വന്നത്. ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കുറച്ചുണ്ടാക്കുക. അപ്പോൾ അതിന് ബലം കുറവായിരിക്കും. അപ്പോൾ അത് ഈ തൂങ്ങിപ്പോരുമ്പോൾ തള്ളി കൊടുക്കുക. നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇത് മുട്ട് കൊടുക്കുമല്ലോ, അതുപോലെ കുറേ ആക്ച്വേറ്റേഴ്സ് വെച്ചിട്ടുണ്ടാകും, കുറേ ഡിവൈസ് വയ്ക്കും. അതിങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ ഒന്ന് തള്ളി കൊടുക്കും. അപ്പോൾ 100 കണക്കിന് ഇൻസ്ട്രുമെൻ്റ് വെച്ച്. നെക്സ്റ്റ് സ്ലൈഡ് ഇതുപോലെയാണ്. ഇത് മിറർ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തള്ളും. അപ്പോൾ അത് കമ്പ്യൂട്ടർ സംവിധാനം എങ്ങനെ കാരണം വെച്ച് കഴിഞ്ഞാൽ മിറർ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ളതായിരിക്കില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ളത്. അപ്പോൾ മിറർ തിരിയുടെ അനുസരിച്ചിട്ട് ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യും എത്രത്തോളം അതിൻ്റെ കർവേച്ചർ മാറിയിട്ടുണ്ടെന്ന്. അതിനനുസരിച്ച് ഇവിടുന്ന് പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പുഷ് ചെയ്ത് വളയാൻ വേണ്ടിയിട്ട് കട്ടി കുറച്ച് ഉണ്ടാക്കുക. അത് അപ്പോൾ ഗ്ലാസ് കുറച്ച് മതി, വെയിറ്റ് കുറയും. ഇതിങ്ങനെ പുറകിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഈ ആക്റ്റീവ് ഒപ്റ്റിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ ഈ സാധനങ്ങൾ വച്ചിട്ടുണ്ടാവും. എന്നിട്ട് പുഷ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ടെലിസ്കോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മീറ്റർ 7 മീറ്റർ എന്ന ലിമിറ്റൊക്കെ പോയി 8-10 മീറ്റർ വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഒരു പണി അത് പിന്നെ അടുത്ത് പറയാം. നെക്സ്റ്റ് ഇത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സിംഗിൾ അപ്പർച്ചുലർ ടെലിസ്കോപ്പാണ്. വലുത് എനിക്കൊന്ന് 8 മീറ്ററാണ് 10 മീറ്ററാണ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വലുത് ഉണ്ടാക്കാൻ പറ്റും ഈ ആക്റ്റീവ് ഒപ്റ്റിക്സ് രീതി ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് ഇതൊരു 30 മീറ്റർ ടെലിസ്കോപ്പ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 30 മീറ്റർ ടെലിസ്കോപ്പിലേക്ക് ഈ ആക്റ്റീവ് ഒപ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഒറ്റ മിറർ വേണമെന്നില്ല. ഇപ്പോൾ ടെക്നിക്ക് എങ്ങനെയാണ്, കുറേ മിററുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് പെർഫെക്റ്റ് അലൈൻ ചെയ്യണം. ഇപ്പം മിറർ ഉണ്ടാക്കുമ്പോൾ സാറ് പറഞ്ഞു 80,000 രൂപയൊക്കെ വരുന്നത്. അതിൻ്റെ സൈസ് വെച്ചിട്ട് 80,000 രൂപ കാര്യമൊന്നുമില്ല. ഒരു കണ്ണാടിയുടെ നമുക്ക് വിലയുടെ ഇതൊക്കെ അറിയാലോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒപ്റ്റിക്കൽ പ്യൂരിറ്റി വേണം. പിന്നെ അത് പോളിഷ് ചെയ്യുന്നത് ലൈനിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും ഒരു 1/16 ഒക്കെ ആക്യുറസി വേണം. അത് മാത്തമാറ്റിക്കൽ കർവേച്ചറും ആക്ച്വൽ കർവേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിനേക്കാളും വളരെ വളരെ കുറവായിരിക്കും. വേവ് ലെങ്ത്ത് നാനോമീറ്ററാണ്. അതിന് ഒരു 400 നാനോമീറ്റർ പോലെ 700 നാനോമീറ്റർ വിസിബിൾ ലൈറ്റ്. അതിനേക്കാളൊക്കെ ഒരു 16 ടൈംസ് കുറഞ്ഞ അത്രയും പെർഫെക്റ്റ് ആക്യുറസി വേണം. അപ്പോൾ അങ്ങനെ ഇത് മുഴുവൻ അങ്ങനെ വേണം. അതിനകത്ത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇതുണ്ടെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യും. അങ്ങനെ വരുന്നതിനാണ് വലുതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ അങ്ങനെയാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ ഒരുപാട് വലുതാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. അത് കാരണം ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയപ്പോൾ ലിമിറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് റോക്കറ്റ് കയറി കൊണ്ടുപോകണം, അല്ലെങ്കിൽ സ്പേസ് ഷട്ടിൽ കൊണ്ടുപോകണം. അതിനൊരു സൈസ് ഉണ്ട്. അതിൽ കൂടിയ കാർഗോ അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ആ ലിമിറ്റ് ഒരു 1.5 മീറ്റർ അന്ത സൈസ് അതിലുണ്ടായിരുന്നു. പക്ഷേ ജെയിംസ് വെബിലാൻ ചെയ്യുന്ന കുറേ മിററായിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ നിവൃത്തി നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മിറർ തമ്മിൽ അലൈൻ ചെയ്യുമ്പോൾ അതിന് ഇതുപോലെ പെർഫെക്ഷൻ വേണം. പെർഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിമീറ്ററിൻ്റെ അല്ലെങ്കിൽ മൈക്രോമീറ്റർ പ്രിസിഷൻ പോരാ, ഈ നാനോമീറ്റർ ലെവലിലുള്ള പ്രിസിഷൻ വേണം. അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. സ്പേസിൽ പോയാലും അത് ചെയ്യാൻ പറ്റും. അത് കുറേ നാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ അങ്ങനെ ആക്കിയത്. അപ്പോൾ ആ ടെക്നോളജിയിലുണ്ട് ഇപ്പോൾ 30 മീറ്ററൊക്കെ പോസിബിളാണ്. വളരെ എക്സ്പെൻസീവ് ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനേക്കാളും വലുത് വെരി ലാർജ് ടെലിസ്കോപ്പൊക്കെ വേറെ പ്രൊപ്പോസൽസ് ഉണ്ട്. നെക്സ്റ്റ് ഇനി അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് എന്നുള്ളൊരു സംഗതിയാണ്. ഈ ആക്റ്റീവ് ഒപ്റ്റിക്സ് വഴി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് ഫോട്ടോഗ്രാഫിയിൽ അഫക്റ്റ് ചെയ്യും. അറ്റ്മോസ്ഫിയറിലൂടെ ലൈറ്റ് കടന്നു വരുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ പല എയറിനും പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, എയർ കറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട്
ഡീവിയേഷൻസ് വരും. അപ്പോൾ എത്ര നല്ല ടെലിസ്കോപ്പ് ഡിസൈൻ ചെയ്താലും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി പരിപാടിയാണ് അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രീതിയാണ്. ഒരു ലേസർ അടിച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് അവിടെ ഉണ്ടാക്കും. ഒരു നക്ഷത്രം പോലെ, അല്ലെങ്കിൽ ഒരു നക്ഷത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു ബ്രൈറ്റ് നക്ഷത്രത്തെ എടുക്കുക, അതിൻ്റെ ലൈറ്റ് വരെ നോക്കുക, അതിൽ ചെറിയ ഡീവിയേഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് എന്തൊരു സംഭവിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അതിനുവേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഇത്തിരി നീങ്ങിയിട്ടാണെങ്കിൽ എല്ലാത്തിനും അങ്ങോട്ട് നിൽക്കുക. അപ്പോൾ ആ രീതിയിൽ ടെലിസ്കോപ്പിൻ്റെ സംവിധാനത്തിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് സെക്കൻഡുകളിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൊരു ബ്രൈറ്റ് സ്റ്റാർ ആ വ്യൂവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അതൊരു പോയിന്റ് സോഴ്സ് ലൈൻ വരണമെന്നറിയാം. അല്ലാതെ ഞങ്ങളുടെ ഒരു പേരുന്നുണ്ട്, നമ്മൾ തിളക്കം എന്നൊക്കെ പറയില്ല നക്ഷത്രത്തിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ടെലിസ്കോപ്പിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്താൽ ചില ആകാശ ചില സ്ഥലത്തേക്ക് ഫോട്ടോ എടുക്കാൻ നേരത്തെ അവിടെ ബ്രൈറ്റ് സ്റ്റാർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യുന്നത് ഒരു ലേസർ അടിച്ചിട്ട് ഒരു സ്റ്റാറിൻ്റെ ഇക്വാലൻറ്റ് സാധനം ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇതിനാണ് അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ ഡിഫറൻസ് കാണാം. ഇതെനിക്ക് തോന്നുന്നത് നെപ്റ്റ്യൂണിൻ്റെയോ അല്ലേ, ആണോ യുറാനസിൻ്റെയോ എന്താ ഇതിനെ ഓർക്കുന്നില്ല. ഇത് അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് വെച്ചിട്ടും അല്ലാത്തതും ഇവിടെയും കാണാം അങ്ങനെ വ്യത്യാസം. നെക്സ്റ്റ്, ഓക്കെ, ഇത് ഈ രണ്ട് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു വഴി സ്പേസ് ടെലിസ്കോപ്സ് ഉപയോഗിക്കാന്നുള്ളതാണ്. കാരണം സ്പേസ് ടെലിസ്കോപ്സിൽ വെയിറ്റ്ലെസ് ആണ്. കാരണം അത് ഫ്രീ ഫോൾ ആയതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ലെൻസിന് അവിടെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വെയിറ്റ് കൊണ്ട് താങ്ങുക എന്നുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പോൾ രണ്ട് പ്രശ്നങ്ങളും ഒറ്റയടിക്ക് ഇല്ലാതെയാവും. ആക്റ്റീവ് ഒപ്റ്റിക്സിനോട് അഡാപ്റ്റീവ് ഒപ്റ്റിക്സിനോട് നേരെ കൊണ്ട് വെച്ചാൽ മതി. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അതർവൈസ് സ്പേസ് ടെലിസ്കോപ്പ്. പിന്നെ വേറെ അഡ്വാൻറ്റേജ്, രാത്രിയോ പകലൊന്നുമില്ലാതെ എല്ലാ സമയത്തും ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള വളരെ പവർഫുൾ ടെലിസ്കോപ്സ് സ്പേസ് ടെലിസ്കോപ്പ് ജസ്റ്റ് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നെക്സ്റ്റ്, ഇത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നില്ല. ഇങ്ങനെ ഇപ്പോഴും വർക്ക് ചെയ്യണ്ടെന്നോ അല്ലേ, കുറേ വർഷം അതിൻ്റെ ആക്ച്വലി ആദ്യം ഇത്ര വർഷം ലൈഫ് എന്ന് വിചാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അത് 20 വർഷം 25 വർഷം 30 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് അപ്പോൾ ഇപ്പോൾ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പേസ് ഷട്ടിൽ പോയിട്ട് സർവീസ് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയായിരുന്നു. പിന്നീട് കറക്റ്റ് ചെയ്യാൻ സാധനം കൊണ്ടുപോയിട്ടാണ് അത് ശരിയാക്കി എടുത്തത്. അപ്പോൾ ഇതിൽ വിസിബിൾ ലൈറ്റ് കൂടാതെ, അതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. അൾട്രാ വയലറ്റും കുറച്ച് ഇൻഫ്രാറെഡും ഒക്കെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വെച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ വിസിബിൾ ലൈറ്റിനെ കടത്തി വിടും. അല്ലെങ്കിൽ കടത്തി വിടുന്ന സാധനത്തിനാണ് കാണാൻ പാകത്തിനാണ് നമ്മുടെ കണ്ണ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ വിസിബിൾ ആയത്. പക്ഷേ ഇപ്പുറത്തേക്ക് ഒരുപാട് സംഗതികളുണ്ട്. ചില ഇൻഫ്രാറെഡ് കടന്നു വരും, ചില ഇൻഫ്രാറെഡ് കടന്നു വരില്ല. അത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ മോളിക്യൂളൊക്കെ ഒബ്സർവ് ചെയ്യും. അതുകൊണ്ടാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. റേഡിയോ കുറച്ചങ്ങ് വരും, ചിലത് വരില്ല. അതുപോലെ അപ്പുറത്തേക്ക് എടുത്ത് ഞാൻ അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ ഒന്നും അറ്റ്മോസ്ഫിയർ കടന്നു വരില്ല. അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗോ ബിയോണ്ട് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. അതാണ് സ്പേസ് ടെലിസ്കോപ്പിൻ്റെ വലിയൊരു ആവശ്യം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. അപ്പോൾ അതാണ് ഇത് അസ്ട്രോസാറ്റ് ഇന്ത്യയുടെ ടെലിസ്കോപ്പാണ്. അതും ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ രസമുള്ളൊരു കാര്യം ഞാൻ പറയാം. ഒരിക്കലും സംഭവം ഉണ്ടായി. 2 ന്യൂട്രോൺ സ്റ്റാർസ് മെർജ് ചെയ്തിട്ട് ഒരുപാട് ഗ്രാവിറ്റേഷൻ ഒക്കെ പുറത്ത് വന്നൊരു സംഭവം ഉണ്ടായി. അതിന് കിലോനോവ എന്ന് പറയാം. ന്യൂട്രോൺ സ്റ്റാർ കൊളൈഡ് ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോൺ സ്റ്റാർ കൊളൈഡ് ചെയ്യുമ്പോഴാണ് സ്വർണ്ണമൊക്കെ ഉണ്ടാവുന്നത്. ഇത് തമാശയായിട്ട് പറയണതല്ല. ഈ യൂണിവേഴ്സ് ഉണ്ടായ സമയത്ത് ഹൈഡ്രജൻ ഹീലിയം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ലെമിന് സ്റ്റാർസിലുണ്ടാവുന്നത്. സ്വർണ്ണം പ്ലാനൊക്കെ ഉണ്ടാവണമെന്നൊരു ഐഡിയ നേരത്തെ ഉണ്ടായില്ല. അത് കൺഫേം ചെയ്തത് ഈ ന്യൂട്രോൺ സ്റ്റാർസ് കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന മാലയൊക്കെ ഉണ്ടായാലും സ്വർണം മിക്കവാറും ഏതെങ്കിലും 2 അല്ലെങ്കിൽ പല ന്യൂട്രോൺ സ്റ്റാർ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം അത് സോളാർ സിസ്റ്റത്തിൽ വന്ന് വിടുകയും അത് ഭൂമിയിൽ വന്ന് വിട്ട് അങ്ങനെയൊക്കെ ഉള്ളതല്ല. അല്ലാതെ ഭൂമിയിൽ നടക്കുന്ന പ്രോസസ് വഴി സ്വർണ്ണം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ കിലോനോവ അസ്ട്രോസാറ്റിൽ നിന്ന് ഒരു രസമുള്ളൊരു ബന്ധമുണ്ട്. ഈ കിലോനോവ ഗ്രാവിറ്റേഷൻ വേവ് ഒബ്സർവ് ചെയ്യണം. അപ്പോൾ എവിടെ അത് ഉണ്ടായെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ എക്സ്റേയും ഗാമാറയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായി. വേറെ ചില ടെലിസ്കോപ്പിൽ കിട്ടി. അപ്പോൾ അസ്ട്രോസാറ്റ് ഒന്ന് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അസ്ട്രോസാറ്റിൽ ഒന്നും കിട്ടിയില്ല. ഇതിൻ്റെ സിഗ്നലൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നിരാശയിൽ തോന്നേണ്ടത്. പക്ഷെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇതിൽ സിഗ്നൽ വരാത്തത്. അപ്പോൾ ഇതിൽ 1-2 ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. ചില സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കാണൂല. അതിൻ്റെ ഡിറ്റക്ടർ അവിടെ വരില്ല.
അപ്പോൾ അവിടെ ആയിരിക്കും ഉണ്ടായിരുന്നത് മനസ്സിലായി. അങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റി. ലൊക്കേഷൻ ഏതാണ്ട് കുറച്ചും കൂടി ചെറുതായിട്ട് കണ്ടുപിടിക്കാൻ ഈ അസ്ട്രോസാറ്റ് ഉപയോഗിച്ചു. അസ്ട്രോസാറ്റ് കണ്ടില്ല എൻ്റെ അർത്ഥം അവൻ്റെ കണ്ണിൽ പെടാത്തൊരു സ്ഥലത്താണ് ഉണ്ടായത്. അങ്ങനെ ചെറിയ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെയാണെന്നുള്ളത് ഗസ് ചെയ്തെടുക്കാൻ പറ്റി. നെക്സ്റ്റ്, ഇത് അസ്ട്രോസാറ്റ് എടുത്തൊരു ഇമേജ് ആണ് ഒരു ഗാലക്സിയുടെ. നെക്സ്റ്റ്, ഇത് നേരത്തെ കാണിക്കേണ്ടത് നമ്മുടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുത്തും അതിൽ ഒരു ക്യാമറയിൽ വ്യത്യാസം വരുത്തിപ്പെടുത്ത ചിത്രമാണത്. ഈ ജസ്റ്റ് ഇവിടെ വലിയ റെഫറൻസ് ഇല്ല. ഇത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. നമ്മുടെ ലൂക്കയിലേക്ക് ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് ഞാൻ കുറിച്ച് പറഞ്ഞ സമയം കളയുന്നില്ല. നെക്സ്റ്റ്, ഇത് ഇൻഫ്രാറെഡ് ടെലിസ്കോപ്സ് ആണ്. അപ്പോൾ ഒരു കാര്യം പറയേണ്ടത്, ഫോട്ടോഗ്രാഫിയിലുണ്ട് നമുക്ക് കണ്ണോട് കാണാൻ പറ്റുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ 400 നാനോമീറ്റർ 700 നാനോമീറ്റർ വരെ ഉള്ളത്. അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അല്ലാതെ അതിന് അത്ര ഭയങ്കര പ്രാധാന്യമില്ല. അതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ ലൈറ്റുകളുണ്ട്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇൻഫ്രാറെഡ് നമുക്ക് ഭൂമിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അറ്റ്മോസ്ഫിയർ ഇത് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഓരോ ടെലിസ്കോപ്പ് മാറി മാറി വന്നപ്പോൾ അഡ്വാൻറ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്സ് വർക്ക് ചെയ്യാൻ ലോ ടെമ്പറേച്ചർ വേണം. എത്രയാലും ഹോട്ട് ബോഡീസ് എല്ലാം ഇൻഫ്രാറെഡ് എമിറ്റ് ചെയ്യും. അപ്പോൾ എത്രത്തോളം കോൾഡ് ബോഡിയാണ് അത്രയും നല്ലതാണ് ഈ ഹയർ വേവ് ലെങ്ത്തുള്ള ഇത് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പൊക്കെ ചെയ്തിരിക്കുന്നത് ഒരുപാട് അകലെ കൊണ്ട് വയ്ക്കുക, ടെമ്പറേച്ചർ വളരെ വളരെ കുറവായിരിക്കും. നേരത്തെ ചെയ്തിരുന്നത് ഈ പോകുന്ന ടെലിസ്കോപ്പിൻ്റെ കൂടെ തന്നെ കുറേ ഇതൊക്കെ കൊടുത്തുവിടുക, ലിക്വിഡ് നൈട്രജനോ ലിക്വിഡ് ഹീലിയോ ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഇവിടെയാണെങ്കിൽ അത് ഒരുപാട് അകലെ ആയതുകൊണ്ട് അത് പ്രത്യേക സംവിധാനങ്ങൾ വഴി വളരെ ലോ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റും നമുക്ക്. നെക്സ്റ്റ്, ഇത് പ്ലൂട്ടോയുടെ ഒരു ചിത്രമാണ്. ഈ ഫോട്ടോഗ്രാഫിയുടെ ക്വാളിറ്റിയിൽ ഒന്ന് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ്. 1994 ഇങ്ങനെ ഒരു ചെറിയൊരു ഏതാനും പിക്സൽ ചിത്രമാണ് പ്ലൂട്ടോന് കിട്ടിയേക്കുന്നത്. 2005 ആയപ്പോൾ 2 എണ്ണമായിട്ട് കാണാൻ പറ്റും. അത് പ്ലൂട്ടോൺ ഷാരോൺ ആണത്. 2015 ഇങ്ങനെ കിട്ടി. 2022 ന്യൂ ഹൊറൈസൺസ് പോയി അതിനകത്ത് ഈ മൂണിലെ പോലെ പ്ലൂട്ടോയിൽ ഈ ക്രേറ്റേഴ്സുകളൊക്കെ കിട്ടാൻ പറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫി എടുത്ത് കൂടുമ്പോൾ എങ്ങനെയാണ് ഈ കൂടുതൽ നന്നായിട്ട് അറിയാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ വലിയ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്യാമറയാണ്. ക്യാമറയിൽ വലിയ ലെൻസ് ഇട്ടിരിക്കുന്നതല്ലോ. അപ്പോൾ വലിയ ടെലിസ്കോപ്പ് എല്ലാം ക്യാമറ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വലിയ ലെൻസും പിന്നെ ലെൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഈ ലൈറ്റ് സെൻസ് ചെയ്യുന്ന സംഗതി. നെക്സ്റ്റ്, ഓക്കെ കഴിഞ്ഞു. ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ ഹാൻലെയിലെ ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പാണ്. ഏറ്റവും ഉയരത്തിലെ ടെലിസ്കോപ്പുകളിൽ ഒന്നാണിത്. ഇത് നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലമാണല്ലേ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് സാനിൻ്റെ കൂടെ പോവാം. ഇവിടുത്തെ പ്രത്യേകത, അസ്ട്രോണേഴ്സിനോട് പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം റിമോട്ടായിട്ട് ബാംഗ്ലൂരോ അവിടെ അടുത്ത് നിന്ന് കൺട്രോൾ ചെയ്യാം. ഫോട്ടോ എടുക്കാനും ഇരിക്കാനും ഒക്കെ ചെല്ലാം. അപ്പോൾ പിന്നെ അവിടെ ആകെ പോണ കുറച്ച് സെക്യൂരിറ്റിക്കാരും പിന്നെ സാനിനെ പോലെ ഇടയ്ക്കാണ് അവിടെ പോണത്. അപ്പോൾ ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.